സംഖ്യാപുസ്തകം 12-ാം അധ്യായം. മോശ ഒരു കൂശ് സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ് സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ? ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്നു പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിരിയാമിനോടും, നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നു അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗ്രഹത്തിൽ ഒക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹ്റോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. അഹ്റോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തുപോയ ഈ പാപം ഞങ്ങളുടെ മേൽ വയ്ക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിള്ളയെപ്പോലെ ഇവൾ ആകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം. പിന്നത്തേതിൽ അവളെ ചേർത്തുകൊള്ളാം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മിരിയാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ട് അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. അതിൻ്റെ ശേഷം ജനം ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ടു പാരാൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. അവരുടെ പേർ ആവിത്: രൂബേൻ ഗോത്രത്തിൽ സക്കൂറിൻ്റെ മകൻ ശമ്മൂവ, ശിമിയോൻ ഗോത്രത്തിൽ ഹോരിയുടെ മകൻ ഷാഫാത്ത്, യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ഇസാഖാർ ഗോത്രത്തിൽ യോസേഫിൻ്റെ മകൻ ഈഗാൽ, എഫ്രൈം ഗോത്രത്തിൽ നൂൻ്റെ മകൻ ഹോഷേയ, ബെന്യാമീൻ ഗോത്രത്തിൽ രാഫൂവിൻ്റെ മകൻ പൽത്തി, സെബൂലൂൻ ഗോത്രത്തിൽ സോദിയുടെ മകൻ ഗദ്ദിയേൽ, യോസേഫിൻ്റെ ഗോത്രമായ മനശ്ശെ ഗോത്രത്തിൽ സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിൽ മിഖായേലിൻ്റെ മകൻ സെദൂർ, നഫ്താലി ഗോത്രത്തിൽ വോപ്സിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിൽ മാഖിയുടെ മകൻ ഗയൂവേൽ. ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ. എന്നാൽ മോശ നൂൻ്റെ മകനായ ഹോശേയ്ക്ക് യോശുവ എന്നു പേരിട്ടു. മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ചു. അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി. ദേശം ഏത് വിധമുള്ളത്? അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ? അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ? അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ? ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ? അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിയുവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ അവർ കയറിപ്പോയി സീൻ മരുഭൂമിയിൽ മുതൽ ഹാമാത്തിന് പോകുന്ന വഴിയായി രഹോബ് വരെ ദേശത്തെ ശോധന ചെയ്തു.
അവർ തെക്കേ ദേശത്തുകൂടി കടന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രയീമിലെ സോവാറിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേരും കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുവന്നു. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത് മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൾ താഴ്വര എന്നു പേരായി. അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ യാത്ര ചെയ്തു പാറാൻ മരുഭൂമിയിൽ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെയും സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്തു പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്തു പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചു ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനം ഒക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്കി മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിൻ്റെയും മുമ്പാകെ കവിണ്ണു വീണു. ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. എന്നാൽ അവരെ കല്ലെറിയണം എന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുകെ പ്രത്യക്ഷമായി. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയുകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. മോശ യഹോവയോട് പറഞ്ഞത്, എന്നാൽ മിസ്രയീമ്യർ അത് കേൾക്കും. നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുപോന്നുവല്ലോ. അവർ അത് ഈ ദേശനിവാസികളോടും പറയും. യഹോവയായ നീ ഈ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം ഇവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെയൊക്കെയും
ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായകൊണ്ട് അവൻ അവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. യഹോവ ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. എൻ്റെ ദാസനായി കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. എന്നാൽ അമാലേക്യരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നതുകൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവിൻ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. ഇസ്രയേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സു മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കിയില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യ ഭംഗം വഹിക്കും. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനവും പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഉറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നെയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. പിന്നെ മോശ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളോടൊക്കെയും പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. പിറ്റേന്ന് അവർ അതികാലത്ത് എഴുന്നേറ്റു. ഇതാ, യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു. ഞങ്ങൾ പാപം ചെയ്തുപോയി എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി. അപ്പോൾ മോശ, നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകിയില്ല. ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. അമാലേക്യരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവയെ വിട്ടു പിന്തിരിഞ്ഞിരിക്കൊണ്ട് യഹോവ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. യഹോവയുടെ നിയമപെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ലതാനും. എന്നാറെ മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ചു. ഹോർമ വരെ അവരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്,
നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ നിവാസദേശത്ത് നിങ്ങൾ ചെന്നിട്ട് ഒരു നേർച്ച നിവർത്തിപ്പാനോ സുമേധാദാനമായിട്ടോ നിങ്ങളുടെ ഉത്സവങ്ങളിലോ യഹോവയ്ക്ക് മാടിനെയാകട്ടെ ആടിനെയാകട്ടെ ഹോമയാഗമായിട്ടെങ്കിലും ഹനനയാഗമായിട്ടെങ്കിലും യഹോവയ്ക്ക് സൗരഭ്യവാസനയാകുമാറ് ഒരു ദഹനയാഗം അർപ്പിക്കുമ്പോൾ യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നവൻ കാൽഹീൻ എണ്ണ ചേർത്ത ഒരു ഡങ്ങിഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരണം. ഹോമയാഗത്തിനും ഹനനയാഗത്തിനും പാനീയയാഗമായി നീ ആടൊന്നിന് കാൽഹീൻ വീഞ്ഞ് കൊണ്ടുവരണം. ആട്ടുകൊറ്റനായാൽ ഹീനിൽ 1/3 എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരണം. അതിൻ്റെ പാനീയയാഗത്തിന് ഹീനിൽ 1/3 വീഞ്ഞും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. നേർച്ച നിവർത്തിപ്പാനോ യഹോവയ്ക്ക് സമാധാനയാഗം കഴിപ്പാനോ ഹോമയാഗത്തിനാകട്ടെ ഹനനയാഗത്തിനാകട്ടെ ഒരു കാളക്കിടാവിനെ കൊണ്ടുവരുമ്പോൾ കിടാവിനോടുകൂടെ അരഹീൻ എണ്ണ ചേർന്ന 3 ഇടങ്ങഴി മാവ് ഭോജനയാഗമായിട്ട് അർപ്പിക്കണം. അതിൻ്റെ പാനീയയാഗമായി അരഹീൻ വീഞ്ഞ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗമായി അർപ്പിക്കണം. കാളക്കിടാവ്, ആട്ടുകൊറ്റൻ, കുഞ്ഞാട്, കോലാട്ടിൻകുട്ടി എന്നിവയിൽ ഓരോന്നിനും ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ അർപ്പിച്ച യാഗമൃഗങ്ങളുടെ എണ്ണത്തിനും ഒത്തവണ്ണം ഓരോന്നിനും ഇങ്ങനെ തന്നെ വേണം. സ്വദേശിയായവനൊക്കെയും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം അർപ്പിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. നിങ്ങളോട് കൂടെ പാർക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരവാസം ചെയ്യുന്ന ഒരുത്തനോ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കും വണ്ണം തന്നെ അവനും അനുഷ്ഠിക്കണം. നിങ്ങൾക്കാകട്ടെ വന്നു പാർക്കുന്ന പരദേശിക്കാകട്ടെ സർവ്വസഭയെയും തലമുറയായി എന്നേക്കും ഒരു ചട്ടം തന്നെ ആയിരിക്കണം. യഹോവയുടെ സന്നിധിയിൽ പരദേശി നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കണം. നിങ്ങൾക്കും വന്നു പാർക്കുന്ന പരദേശിക്കും പ്രമാണവും നിയമവും ഒന്നു തന്നെ ആയിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ആദ്യത്തെ തരി മാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. മെതിക്കളത്തിൻ്റെ ഉദർച്ചാർപ്പണം പോലെ തന്നെ അത് ഉദർച്ച ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ തലമുറയായി ആദ്യത്തെ തരി മാവ് കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ച ഈ സകല കൽപ്പനകളിലും യാതൊന്നെങ്കിലും യഹോവ മോശയോട് കൽപ്പിച്ച നാൾ മുതൽ തലമുറയായി യഹോവ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും യാതൊന്നെങ്കിലും നിങ്ങൾ പ്രമാണിക്കാതെ തെറ്റു ചെയ്താൽ, അറിയാതെ കണ്ട് അബദ്ധവശാൽ സഭ വല്ലതും ചെയ്തു പോയാൽ സഭയെല്ലാം കൂടെ ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവിനെയും പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനെയും ചട്ടപ്രകാരം അതിനുള്ള ഭോജനയാഗത്തോടും പാനീയാഗത്തോടും കൂടെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കപ്പെടും. അത് അബദ്ധവശാൽ സംഭവിക്കുകയും അവർ തങ്ങളുടെ അബദ്ധത്തിനായിട്ട് യഹോവയ്ക്ക് ദഹനയാഗമായി തങ്ങളുടെ വഴിപാടും പാപയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്തുവല്ലോ. എന്നാൽ അത് ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിയോടും ക്ഷമിക്കപ്പെടും. തെറ്റ് സർവ്വജനത്തിനുമുള്ളതായിരുന്നുവല്ലോ. ഒരാൾ അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ തനിക്ക് വേണ്ടി പാപയാഗത്തിനായി 1 വയസ്സു പ്രായമുള്ള ഒരു പെൺ കോലാട്ടിനെ അർപ്പിക്കണം. അബദ്ധവശാൽ പാപം ചെയ്തവന് പാപപരിഹാരം വരുത്തുവാൻ പുരോഹിതൻ അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്ത കർമ്മം അനുഷ്ഠിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അബദ്ധവശാൽ പാപം ചെയ്യുന്നവൻ സ്വദേശിയോ വന്നു പാർക്കുന്ന പരദേശിയോ ആയാലും പ്രമാണം ഒന്നു തന്നെ ആയിരിക്കണം. എന്നാൽ സ്വദേശികളോ പരദേശികളോ ആരെങ്കിലും കരുതി കൂട്ടിക്കൊണ്ട് ചെയ്താൽ അവൻ യഹോവയെ ദുഷിക്കുന്നു. അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ യഹോവയുടെ വചനം ധിക്കരിച്ച് അവൻ്റെ കൽപ്പന ലംഘിച്ചു. അവനെ നിർമൂലമാക്കി കളയണം. അവൻ്റെ അകൃത്യം അവൻ്റെ മേൽ ഇരിക്കും.
ഇസ്രയേൽ മക്കൾ മരുഭൂമിയിലിരിക്കുമ്പോൾ ശബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ട് അവൻ വിറക് പെറുക്കുന്നത് കണ്ടവർ അവനെ മോശയുടെയും അഹരോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്ന് അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന് വിധിച്ചിട്ടില്ലായകൊണ്ട് അവർ അവനെ തടവിൽ വെച്ചു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം, സർവ്വസഭയും പാളയത്തിന് പുറത്തു വെച്ച് അവനെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അവർ തലമുറ തലമുറയായി വസ്ത്രത്തിൻ്റെ കോൺതലയ്ക്ക് പൊടിപ്പ് കൊണ്ടാക്കുകയും കോൺതലയ്ക്കലെ പൊടിപ്പിൽ നീല ചരട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. നിങ്ങൾ എൻ്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധനായിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ.